പിറകുവശത്ത് കൂടെ പോയതിന് ശേഷം നമ്മൾ വലത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് താടിയെല്ലിൻ്റെ ഭാഗത്തേക്ക് മേലോട്ട് പൊക്കുന്നു. ബാക്ക് സ്ട്രോക്ക് പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് ആദ്യം ചിറ്റൂർ പുഴയെ സാക്ഷിയാക്കിയാണ് ഫയർഫോഴ്സിന്റെ ക്ലാസ്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവർക്ക് രക്ഷകരാകാൻ അതിന് സാക്ഷിയാകുന്നവർക്ക് മാത്രമേ കഴിയൂ. വെറുതെ അങ്ങ് ചെന്ന് ചാടരുത്. സ്വയം രക്ഷിക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും കുറച്ച് മുൻകരുതൽ വേണം. ഒരാൾ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഷൗട്ട് ചെയ്യണം. ഓടിപ്പോയി ചാടരുത്. ഷൗട്ട് ചെയ്യുന്നതിന് വെച്ചാൽ ഉറക്കെ നിലവിളിക്കുക. അവിടെ ആളുകൾ ആരെങ്കിലും കൂടി നിൽക്കുന്നുണ്ട് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഷൗട്ട് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച 2 രക്ഷാപ്രവർത്തനം നമ്മളിവിടെ നടത്തിയുണ്ടായി. 6 പേരെ രക്ഷപ്പെടുത്തിയ സ്ഥലമായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പോട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. ചിറ്റൂർ പുഴയിൽ അപകടത്തിൽപ്പെട്ട കുട്ടികളും ക്ലാസ്സിനെത്തി. ഇനി എന്താ, ഇനി പോവും? അങ്ങനെ ഇനിയിപ്പോ ഇവിടുത്തെ ക്ലാസ് ഒക്കെ കേട്ടില്ലേ, മനസ്സിലായില്ലേ? അപ്പൊ ഇനി അത്യാവശ്യം ഒരാളെ രക്ഷിക്കണമെങ്കിലൊക്കെ പറ്റില്ലേ? മുങ്ങിമരണം ഉണ്ടാകാതിരിക്കാൻ കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുകയാണ് ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം. ആദ്യം ഒരാൾ വീഴും, അവനെ രക്ഷപ്പെടുത്താൻ അടുത്ത ആൾ ഇറങ്ങും. അങ്ങനെ എല്ലാവരും മുങ്ങി മരിക്കുന്ന സാഹചര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ നേരിട്ട് പോകാൻ പറ്റൂ. ആദ്യത്തെ എല്ലാ ഓപ്ഷനും ഫെയിലിയർ ആവുമ്പോൾ മാത്രമേ നമ്മൾ നേരിട്ട് പോയി ഇറങ്ങി അയാളെ രക്ഷപ്പെടുത്താൻ വെള്ളത്തിൽ ഇറങ്ങാൻ പാടൂ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.